സോ നിങ്ങൾ നോക്കി നേരത്തെ റിവർ പറഞ്ഞപ്പോൾ നമുക്ക് ഒറ്റ പോയിന്റേ പറയാൻ പറ്റുള്ളൂ. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പോയിന്റ് നിന്ന് മൾട്ടിപ്പിൾ ഡയമെൻഷൻസ് ഫിക്സ് ചെയ്യാം. നമ്മുടെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ട്, നമ്മുടെ ഒരു നോളജ് അപ്ലൈ ചെയ്യാനുള്ള സ്കിൽ സെറ്റ് ഉണ്ട്. വളരെ ബ്രോഡായിട്ട് ഡയമെൻഷൻ ഈ വാല്യൂട്ടർ കാണിച്ചെടുക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ എല്ലാം തന്നെ നമുക്കൊരു GS ഒരു 400 അല്ലെങ്കിൽ 410 മാർക്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മുടെ കഴിഞ്ഞ വർഷം ഇവിടെ ചില സ്റ്റുഡൻസിന് 420+ സ്കോർ ചെയ്തിട്ടുള്ള 7 സ്റ്റുഡൻസ് ഉണ്ട്. അതിൽ തന്നെ 2 സ്റ്റുഡൻസ് 440+ സ്കോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ സ്കോർ നിങ്ങൾക്ക് കുറച്ചും കൂടി റൈസ് അപ്പ് ചെയ്യണം. ഓക്കെ, നിങ്ങൾക്ക് കുറച്ചും കൂടി പ്രസന്റേഷനിൽ വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് കുറച്ചും കൂടി നന്നായിട്ട് എഴുതണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഇനിയും സ്കോപ്പ് ഉണ്ട്. സോ ഇത് ലാസ്റ്റ് ഇയറിലെ GS 1 പേപ്പറിൽ ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഈ ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ എക്സ്പ്ലെയിൻ ദി റോൾ ഓഫ് ജോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് ടുവേർഡ്സ് ദി ഡെവലപ്മെന്റ് ഓഫ് ആൻഷ്യന്റ് ഇന്ത്യ. ഇതൊരു 10 മാർക്കർ ക്വസ്റ്റ്യൻ ആണ്. സോ ഈ ക്വസ്റ്റ്യൻ നോക്കി നമുക്ക് മനസ്സിലാവും ഇതങ്ങനെ ഒരു നമ്മൾ നോർമലായിട്ട് പഠിക്കുന്ന ഒരു ഏരിയ അല്ല. ഇപ്പോൾ ജോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് എങ്ങനെയാണ് ആൻഷ്യന്റ് ഡെവലപ്മെന്റ് കാരണമാവുന്നുള്ളത് നോർമലി പഠിക്കുന്ന ഒരു കാര്യമല്ല. നമ്മൾ അതിൽ ഇതിന് വേണ്ടിയിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് നോളജ് ഉണ്ടായിരിക്കില്ല. സോ ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ എഴുതാം അല്ലെങ്കിൽ എങ്ങനെ ഡീൽ ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു സെഷൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഡെയിലി ആൻസറിൻ്റെ പർപ്പസ് അതാണ്. എങ്ങനെ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള മെക്കാനിസത്തിലൂടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള തോട്ട് പ്രോസസ്സിലൂടെ നമുക്കൊരു ആൻസർ സ്ട്രക്ചർ ചെയ്യാം, അതിൽ പോയിന്റ്സ് ജനറേറ്റ് ചെയ്യുന്നതാണ്. സോ ഒരു ക്വസ്റ്റ്യൻ എടുത്തു കഴിഞ്ഞാൽ ഇതൊരു മെയിൻലി അനലിറ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസിന് അനലിറ്റിക്കൽ ഫാക്ച്വൽ ഡിമാർക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ മെയിൻലി ഇതൊരു അനലിറ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്. ഇതത്ര ഫെമിലർ ആയിട്ടുള്ള അങ്ങനെ ഭയങ്കര ഫെമിലർ ആയിട്ടുള്ള ഒരു ടോപ്പിക് അല്ല. നമ്മൾ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് ജോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് അതിന് മാത്രം ഒരു ഫെമിലർ ആയ ടോപ്പിക് അല്ല. ദെൻ ഇതിലുള്ള ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് കോണ്ടന്റ് കുറവായിരിക്കും. ഓക്കെ, എല്ലാ സ്പെസിഫിക് കോണ്ടന്റ് ആയിരിക്കും. ഒരു കോണ്ടന്റ് ഉണ്ടെങ്കിൽ തന്നെ ഇത് ഫ്രെയിം ചെയ്യുന്നത് ഹൗ ടു ഫ്രെയിം, എങ്ങനെ ഫ്രെയിം ചെയ്യാം എന്നുള്ളത് കുട്ടികൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. സോ ഇതിൽ നമ്മൾ സ്റ്റാൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു എക്സാം ആൻസർ എഴുതുന്ന സമയത്ത് മറ്റുള്ള ആൻസേഴ്സിന് സ്റ്റാൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഒന്ന് മാക്സിമം ഡയമെൻഷൻസ് ഇൻകോപ്പറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, യു ഹാവ് ടു ഇൻകോപ്പറേറ്റ് മാക്സിമം ഡയമെൻഷൻസ് ആൻഡ് യു ഹാവ് ടു ഫെച്ച് മാക്സിമം എക്സാമ്പിൾസ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ആൻസറിന് ഒരു കുറച്ചും കൂടി ഒരു എന്താ പറയുക യുണീക്ക് ആയിട്ടുള്ള ലെവലിലേക്ക് റൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഇതിൻ്റെ ഫസ്റ്റ് നമുക്കൊരു ക്വസ്റ്റ്യൻ നമുക്കറിയാം. ഇതിൽ ബി ഇൻട്രൊഡക്ഷൻ പാർട്ട്, ബോഡി പാർട്ട്, ഇതിൽ ബി കൺക്ലൂഷൻ പാർട്ട്. നമുക്ക് ഇൻട്രൊഡക്ഷനിലേക്ക് നോക്കാം. ഇൻട്രൊഡക്ഷനിലേക്ക് നോക്കുന്ന സമയത്ത് നമ്മൾ ഇൻട്രൊഡക്ഷൻ എപ്പോഴും യൂസ് ചെയ്യേണ്ടത് ഒരു ബ്രോഡ് അണ്ടർസ്റ്റാൻഡിങ് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക ഈ ഒരു ക്വസ്റ്റ്യനിൽ. സോ ഈ ക്വസ്റ്റ്യനിൽ ആക്ച്വലി ജോഗ്രഫിയും ഹിസ്റ്ററിയും തമ്മിൽ റിലേഷനാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ജോഗ്രഫിയുടെ റോൾ അല്ലെങ്കിൽ എന്താണ് ജോഗ്രഫിയുടെ റോൾ ഇൻ ഹിസ്റ്റോറിക്കൽ മേക്കിംഗ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ എഴുതാൻ വേണ്ടി പറ്റും. അതായത് ജോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ദി കോൺസ്ട്രക്ഷൻ ഇൻ ദി അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഹിസ്റ്ററി എന്നൊക്കെ പറഞ്ഞ് നമുക്ക് എഴുതാം. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള സാധനം എഴുതാം. പക്ഷേ അതൊരു നോർമൽ ഇൻട്രൊഡക്ഷൻ മാത്രമേ ആവുള്ളൂ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഇൻട്രൊഡക്ഷനിൽ സ്റ്റാൻഡ് ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആൻഡ് മണ്ടേറ്ററി ആയിട്ട് കീവേഡ്സ് പ്ലേസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. സോ ഈ ഒരു സാധനത്തിൽ നമുക്ക് കീവേഡ് പ്ലേസ് ചെയ്യാൻ പറ്റുന്നത് നമുക്കൊരു എന്താ പറയുക, ഒരു കമ്പാരിറ്റീവ് വേയിൽ തിങ്ക് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് ഇവാലുവേറ്റർ വേണമെങ്കിൽ ബോധിപ്പിക്കാൻ ശ്രമിക്കാം. സോ ഒരു കമ്പാരിറ്റീവ് വേയിൽ തിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആൻഷ്യന്റ് ഇന്ത്യൻ ഡെവലപ്മെന്റാണ് ചോദിച്ചിരിക്കുന്നത് ജോഗ്രഫിക്കൽ ഫാക്ടേഴ്സിന്റെ. വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സിമിലർ സെൻസിൽ അന്നത്തെ കാലത്തുള്ള മറ്റ് സിവിലൈസേഷനെ നിങ്ങൾക്ക് ഇതിൽ കോട്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ മെസോപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ, ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ. ഓക്കെ, ഈ സിവിലൈസേഷൻസ് എല്ലാം തന്നെ ജോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് ഈ സിവിലൈസേഷന്റെ ഫോർമേഷൻ എല്ലാം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ ആയിരുന്നു. ഓക്കെ, അതുപോലെ തന്നെയാണ് ഇന്ത്യൻ ആൻഷ്യൻ സിവിലൈസേഷനിലും ജോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് ഇമ്പോർട്ടൻറ്റ് റോൾ പ്ലേ ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു കമ്പാരിറ്റീവ് ഐഡിയ നിങ്ങളുടെ ഇൻട്രൊഡക്ഷനിൽ പ്ലേസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അതൊരു ആഡഡ് പെർസ്പെക്റ്റീവ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇൻട്രൊഡക്ഷൻ ചെയ്യുന്ന സമയത്ത് ഒരു പ്ലെയിൻ ഇൻട്രൊഡക്ഷൻ എഴുതാൻ ശ്രമിക്കാണ്ട് സം കൈൻഡ് ഓഫ് കീവേഡുകളോ സം കൈൻഡ് ഓഫ് കമ്പാരിസണോ സം കൈൻഡ് ഓഫ് പെർസ്പെക്റ്റീവ് ബിൽഡിങ്ങോ അല്ലെങ്കിൽ സം കൈൻഡ് ഓഫ് കോണ്ടെക്സ്റ്റ് സെറ്റിങ്ങോ ശ്രമിക്കാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് മെസോപ്പൊട്ടോമിയൻ സിവിലൈസേഷനും ഈജിപ്ഷ്യൻ സിവിലൈസേഷനും ഈ 2 ടേമുകൾ നമ്മൾ ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതിനടുത്ത് നമുക്ക് നോക്കി നോക്കാം. നമ്മുടെ ക്വസ്റ്റ്യനിൽ എക്സ്പ്ലെയിൻ ദി റോൾ ഓഫ് ജോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. സോ ഡയറക്റ്റീവ് എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ആണ്. സോ എക്സ്പ്ലെയിൻ നമുക്ക് ഡയറക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യനെ ഡയറക്റ്റ് ചെയ്യുന്ന വേർഡിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഡയറക്റ്റീവ് എന്ന് വിളിക്കുന്നത്. സോ ഇതിൽ എക്സ്പ്ലെയിൻ എന്ന് പറയുന്ന ഡയറക്റ്റീവ് 1 ഡയമെൻഷണൽ ഡയറക്റ്റീവ് ആണ്. ഓക്കെ, ചില ഡയറക്റ്റീവ്സ് എന്തായിരിക്കും മൾട്ടി ഡയമെൻഷണൽ ആയിരിക്കും, ചില ഡയറക്റ്റീവ് 1 ഡയമെൻഷണൽ ആയിരിക്കും. എക്സ്പ്ലെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ 1 ഡയമെൻഷണൽ ഡയറക്റ്റീവ്. അപ്പോൾ അതിൽ നമ്മൾ സിംപ്ലി സ്റ്റേറ്റ് ചെയ്താൽ മതി വാട്ട് ആർ ദി ജോഗ്രഫിക്കൽ റോൾ അല്ലെങ്കിൽ ജോഗ്രഫിയുടെ റോൾ എന്താണ് ഇൻ ഷേപ്പിംഗ് ഹിസ്റ്ററി. ഓക്കെ, എന്ന് മാത്രം നമ്മൾ പ്ലേസ് ചെയ്താൽ മതി. ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ സബ്ബേർഡ് ഇങ്ങനെ ആയിരിക്കും, റോൾ ഓഫ് ജോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് ടുവേർഡ്സ് ദി ഡെവലപ്മെന്റ് ഓഫ് ആൻഷ്യന്റ് ഇന്ത്യ. നിങ്ങൾ ആൻസർ എഴുതുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, എന്താണോ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഫ്രെയിമിംഗ് അതേ ഫ്രെയിമിംഗ് യൂസ് ചെയ്തിട്ട് സബ്ബേർഡിങ്സ് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, എന്നാൽ ഇവാലുവേറ്റർക്ക് പെട്ടെന്ന് മനസ്സിലാവും ഓക്കെ എന്താണ് കുട്ടി എഴുതാൻ ശ്രമിക്കുന്ന കാര്യം പെട്ടെന്ന് മനസ്സിലാക്കും. സോ ഇവിടെ നമ്മൾ എന്ത് കൊടുത്തു, റോൾ ഓഫ് ജോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് ടുവേർഡ്സ് ഡെവലപ്മെന്റ് ഓഫ് ആൻഷ്യന്റ് ഇന്ത്യ കൊടുത്തു. ഇവിടെ നമുക്ക് ഇനി അടുത്ത് എങ്ങനെയാണ് പോയിന്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. സോ പോയിന്റ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കുന്നത് ഈ ജോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് ഫ്രെയിംവർക്ക് അപ്രോച്ചാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫ്രെയിംവർക്ക് അപ്രോച്ച്. സോ ഫ്രെയിംവർക്ക് അപ്രോച്ചിൽ നമ്മൾ ഈ ജോഗ്രഫിക്കൽ ഫാക്ടേഴ്സിനെ പല ഫ്രെയിംവർക്സിൽ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും ജോഗ്രഫിക്കൽ ഫാക്ടേഴ്സ്.
സോ ജോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്ന സമയത്ത് അവിടെ വരുന്ന മൾട്ടിപ്പിൾ ഫ്രെയിംവർക്ക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടെറൈൻ ഒരു ഫ്രെയിംവർക്കായിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, റിവേഴ്സ് നമുക്ക് യൂസ് ചെയ്യാം, മൗണ്ടെയിൻസ് നമുക്ക് യൂസ് ചെയ്യാം, ക്ലൈമറ്റ് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഈ ടെറൈനിൽ തന്നെ കോസ്റ്റൽ പ്ലെയിൻസ് നമുക്ക് യൂസ് ചെയ്യാം, ഫോറസ്റ്റ് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, റിസോഴ്സിൽ മിനറൽ റിസോഴ്സ് യൂസ് ചെയ്യാം, ഒരുപാട് യൂസ് ചെയ്യാം. സോ ഇവിടെ നമ്മൾ ആൻസറിൽ പോയിന്റ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി, ഈവൻ ദോ ഇറ്റ്സ് ആൻ അനലിറ്റിക്കൽ ക്വസ്റ്റൻ ആണ്, സ്പെസിഫിക് പോയിന്റ്സ് ഇല്ലെങ്കിൽ നമ്മുടെ മെക്കാനിസം, വെരി ഇമ്പോർട്ടൻറ്റ് മെക്കാനിസം എന്ന് പറയുന്നത് തിങ്കിങ് സ്ട്രീം ലൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താണ് ചെയ്യുന്നത്, ഈ ജോഗ്രഫിക്കൽ ഫാക്ടേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യാണ്, ഫ്രെയിംവർക്കിലേക്ക് അപ്ലൈ ചെയ്യണം. ഓക്കെ, അങ്ങനെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ നോക്കി നോക്കാം എങ്ങനെയാണ് പോയിന്റ് ജനറേറ്റ് ചെയ്യുന്നത്. സോ നമ്മൾ അതായത് നമ്മൾ എന്തായിരിക്കുന്നത്, ഒരു ജോഗ്രഫിക്കൽ ഫാക്ടർ എടുക്കുന്നു, അത് നമുക്ക് എന്ത് നമ്മൾ നേരത്തെ പറഞ്ഞ ഫ്രെയിംവർക്കിൽ എന്ത് വേണമെങ്കിൽ ആവാം, അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഹിസ്റ്ററിയിലേക്ക് ലിങ്ക് ചെയ്യുന്നു, ഇതിന് നമ്മൾ എന്ത് കൊടുക്കുന്നു, ഒരു എക്സാമ്പിൾ കൊടുക്കുന്നു. സോ വെരി ഇമ്പോർട്ടൻറ്റ് അനലിറ്റിക്കൽ ക്വസ്റ്റ്യൻസ്, ഒരു ഫ്രെയിംവർക്ക്, ഒരു സ്റ്റേറ്റ്മെന്റ് ഫ്രെയിം ചെയ്യുന്നതിന് ഒരു ജനറൽ സ്ട്രാറ്റജി ഉണ്ട്. അതായത് നമ്മൾ ആദ്യം എന്ത് എഴുതും, ഒരു പോയിന്റ് എഴുതും, നമ്മുടെ ഫ്രെയിംവർക്ക് യൂസ് ചെയ്യും. ദെൻ എന്ത് ചെയ്യും, വി വിൽ പ്ലേസ് എൻ ആർഗ്യുമെന്റ്, നമ്മളൊരു ആർഗ്യുമെന്റ് പ്ലേസ് ചെയ്യും. ദെൻ വി വിൽ പ്രൊവൈഡ് ആൻ എക്സാമ്പിൾ. ഓക്കെ, ഈ വഴിയിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു സ്റ്റേറ്റ്മെന്റ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇൻ എ കംപ്ലീറ്റ്ലി അനലിറ്റിക്കൽ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ നമ്മൾ എങ്ങനെയാണ് സ്റ്റേറ്റ്മെന്റ് ഒരു പോയിന്റ് കൺസ്ട്രക്ട് ചെയ്യുന്ന ആലോചിച്ച് നോക്കി. ഈ പോയിന്റ് നമ്മൾ ഇവിടെ എടുക്കും, ഫ്രെയിംവർക്ക് എടുക്കും. എന്താണ് ഫ്രെയിംവർക്സ്? ആ ജോഗ്രഫിക്കൽ ഫാക്ടേഴ്സിന്റെ സബ് ക്ലാസിഫിക്കേഷൻ ആണ്. അപ്പോൾ റിവർ സിസ്റ്റംസ്, റിവർ എന്ന് പറയുന്നത് ഒരു ജോഗ്രഫിക്കൽ ഫാക്ടറാണ്, നമ്മൾ എടുത്തു. അപ്പോൾ റിവർ സിസ്റ്റം കൊടുക്കുന്നത് അത് എന്താണ് ആർഗ്യുമെന്റ്, അതെങ്ങനെയാണ് ഹിസ്റ്ററിയിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റുക. റിവർ സിസ്റ്റം സപ്പോർട്ടഡ് അഗ്രികൾച്ചർ, ദെയർബൈ എൻഷുർഡ് ഫുഡ് സെക്യൂരിറ്റി. മനസ്സിലായോ? അപ്പോൾ ഇതുവഴിയാണ് എന്തുണ്ടായത്, ആ സമയത്ത് സിവിലൈസേഷൻ ക്രിയേറ്റ് ആവുന്നത്. ഇത് നമ്മൾ എന്തെടുത്തു, എക്സാമ്പിൾ പ്രൊവൈഡ് ചെയ്തു. എക്സാമ്പിൾ ഇൻഡസ് വാലി സിവിലൈസേഷൻ ഓൺ ദി ബാങ്ക്സ് ഓഫ് ഇൻഡസ്, അല്ലെങ്കിൽ എന്താണ് ഹാരപ്പ ഓൺ ദി ബാങ്ക്സ് ഓഫ് രവി. ഓക്കെ, സോ ഇതാണ് ഒരു ഫ്രെയിമിംഗ് മെക്കാനിസം. നമ്മൾ സ്റ്റേറ്റ്മെന്റ് ഫ്രെയിം ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഓഫ് ഓൾ എന്ത് ചെയ്യണം, നമ്മളൊരു പോയിന്റ് എഴുതണം. ആ പോയിന്റ് നമ്മൾ എന്ത് ചെയ്യണം, ആർഗ്യുമെന്റ് വെച്ച് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യണം, ആൻഡ് വി ഹാവ് ടു പ്രൊവൈഡ് എക്സാമ്പിൾ. ഓക്കെ, സോ ആ രീതിയിൽ എഴുതുന്ന സമയത്ത് ഒരു ജോഗ്രഫിക് ഫീച്ചർ റിവർ എടുത്തു, അത് എങ്ങനെയാണ് ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്യുന്നത് പറഞ്ഞു, ദെൻ നമ്മൾ എക്സാമ്പിൾ കൊടുത്തു. ഈ എക്സാമ്പിൾ ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്തായിരിക്കും, കീവേഡ് ആയിരിക്കണം. സോ എന്ത് ചെയ്യണം, യു ഷുഡ് അണ്ടർലൈൻ ഇൻഡസ് വാലി സിവിലൈസേഷൻ, എന്നാൽ മാത്രമേ എന്ത് വരുള്ളൂ, അതിന്റെ വിസിബിലിറ്റി ഹയർ ആവുള്ളൂ. ഈ രീതിയിൽ നിങ്ങൾക്ക് എത്ര പോയിന്റ്സ് വേണം ജനറേറ്റ് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ എടുക്കുന്നത് എന്താണ്, മൗണ്ടൈൻ റേഞ്ചസ്. മൗണ്ടൈൻ റേഞ്ചസ് എന്താണ് സംഭവിച്ചത്, ആക്ടഡ് ആസ് നാച്ചുറൽ ഡിഫൻസ് ആൻഡ് ഇൻഫ്ലുവൻസ് ക്ലൈമറ്റ്. ഓക്കെ, സോ എക്സാമ്പിൾ നമ്മൾ എടുത്തു, ഹിമാലയാസ് പ്രിവെന്റഡ് ഫോറിൻ ഇൻഫിൽട്രേഷൻ ആൻഡ് മോഡറേറ്റഡ് ദി ക്ലൈമറ്റ് എന്ന് പറഞ്ഞു. ഓക്കെ, സോ ചില സമയങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നും കൂടി നമ്മുടെ പ്രസന്റേഷൻ ഭയങ്കര നൈസ് ആക്കാം. ഇപ്പോൾ ഈ മൗണ്ടൈൻ റേഞ്ചസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് നമുക്ക് പലതരത്തിലുള്ള ആംഗിൾ വീണ്ടും ജനറേറ്റ് ചെയ്യാം. അപ്പോൾ മൗണ്ടൈൻ റേഞ്ചസ് ഒരു തരത്തിൽ നാച്ചുറൽ ഡിഫൻസ് ആയിട്ട് ആക്ട് ചെയ്യും, മറ്റൊരു തരത്തിൽ അതെന്ത് ചെയ്യും, ക്ലൈമറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യും, മറ്റൊരു തരത്തിൽ അത് ഫ്രഷ് വാട്ടർ സപ്ലൈ ചെയ്യും, മറ്റൊരു തരത്തിൽ അത് കൾച്ചറൽ എക്സ്ചേഞ്ചസ് ക്രിയേറ്റ് ചെയ്യും. സോ നിങ്ങൾ നോക്കി നേരത്തെ റിവർ പറഞ്ഞപ്പോൾ നമുക്ക് ഒറ്റ പോയിന്റേ പറയാൻ പറ്റുള്ളൂ. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പോയിന്റ് നിന്ന് മൾട്ടിപ്പിൾ ഡയമെൻഷൻസ് വെച്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഭയങ്കര നൈസ് പ്രസന്റേഷൻ. ഇപ്പോൾ ആൻസർ എഴുതുന്ന സമയത്ത് നമുക്ക് എന്ത് എഴുതാം, മൗണ്ടൈൻ റേഞ്ചസ് ഫെസിലിറ്റേറ്റഡ് ആക്ട് ആസ് നാച്ചുറൽ ഡിഫൻസ്. ഓക്കെ, അതുപോലെ താഴത്തേക്ക് വെച്ചിട്ട് എന്ത് ചെയ്യാം, സപ്ലൈഡ് ഫ്രഷ് വാട്ടർ റിസോഴ്സസ്. ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്യാം, പ്രൊവൈഡർ കൾച്ചറൽ എക്സ്ചേഞ്ച് എന്ന് പറയുമ്പോൾ എന്തായി, ചെറിയൊരു സ്പേസിൽ നമ്മൾ എന്ത് പറയുകയാണ്, ഒരുപാട് പോയിന്റ്സ് പ്രൊവൈഡ് ചെയ്യാണ്. നിങ്ങൾക്ക് എന്ത് കൊടുക്കാം, ഇതിനെല്ലാം എക്സാമ്പിൾ കൊടുക്കാം. കൾച്ചറൽ എക്സ്ചേഞ്ച് എങ്ങനെയാണ്, ത്രൂ ബോലൻ പാസസ്, ഗൈബർ പാസസ്, ഓക്കെ, ഷാക്കാസ്, കുഷാനാസ്, ഇതെല്ലാം ആ വഴിയാണ് വന്നത് എന്നെല്ലാം പറയാം. മനസ്സിലായോ? അപ്പോൾ ഒരു സിമ്പിൾ സാധനം എടുത്തുകൊണ്ട് നമ്മൾ അതിന്റെ മൾട്ടിപ്പിൾ ഡയമെൻഷൻസ് കൊടുക്കുകയാണ്. അപ്പോൾ എന്താണ് കാണിക്കുന്നത്, നിങ്ങളുടെ പ്രസന്റേഷൻ സ്കില്ലാണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ ചെറിയൊരു സ്പേസിൽ ഒരുപാട് പോയിന്റ്സ്, ഒരുപാട് മൾട്ടിപ്പിൾ ഡയമെൻഷൻസ് നിങ്ങൾക്ക് എന്തിനു പറ്റും, ആൻസറിൽ ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ആൻസേഴ്സ് വിവിഡ് ആക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇപ്പോൾ ഇത് നമ്മൾ താഴെ വീണ്ടും നോക്കിക്കഴിഞ്ഞാൽ ഇതേ സെൻസ് നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും വീണ്ടും പോയിന്റ്സ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ലുക്ക്, അതിനകത്തൊരു എക്സാമ്പിൾ നോക്കിയേ. ഇവിടെ കണ്ടോ, അടുത്ത ക്ലൈമറ്റിക് ഫാക്ടറാണ് മൺസൂൺ. മൺസൂൺ എങ്ങനെയാണ് ഒരു ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്യുന്നത്, ഹെൽപ്പ് ഇൻ എസ്റ്റാബ്ലിഷിംഗ് ട്രേഡ് റിലേഷൻ വിത്ത് അറബ്സ് ആൻഡ് ഗ്രീക്കോ റോമൻസ്. ആൻഡ് എക്സാമ്പിൾ എന്ത് കൊടുത്തു, അറബ് കോണ്ടാക്ട്സ് വിത്ത് കേരള. ഓക്കെ, ദെൻ സെയിം വേ നമ്മൾ ടെറൈൻ എടുത്തു. ടെറൈൻസിൽ എന്താണ്, കോസ്റ്റൽ പ്ലെയിൻസ്. കോസ്റ്റൽ പ്ലെയിൻസ് എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്, പോർട്ട് ഡെവലപ്മെന്റിനുള്ള ഗ്രൗണ്ട് പ്രൊവൈഡ് ചെയ്തു, ദെയർബൈ ഇംപ്രൂവ്ഡ് ട്രേഡ്. ഓക്കെ, എക്സാമ്പിൾ ട്രേഡ് ബിറ്റ്വീൻ മെസപ്പൊട്ടാമിയൻ IVC യൂസിംഗ് ലോത്തൽ പോർട്ട്സ്. മനസ്സിലായോ? നമ്മൾ സിമ്പിൾ ആയിട്ട് പോയിന്റ് ജനറേറ്റ് ചെയ്യണം. ഇങ്ങനെ നിങ്ങൾക്ക് എത്ര പോയിന്റ്സ് വേണമെങ്കിൽ ജനറേറ്റ് ചെയ്യാം. ഇത് താഴെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് എന്താ പറയാം, വീണ്ടും റിവേഴ്സും കോസ്റ്റൽ പ്ലെയിൻസും ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റേറ്റ് ചെയ്തു. എക്സാമ്പിൾ പാടലിപുത്ര ഓൺ ദി ബാങ്ക്സ് ഓഫ് ഗംഗ. ഓക്കെ, മുസിരിസ് ഓൺ ദി ബാങ്ക് ഓഫ് അറേബ്യൻ സീ. അതുപോലെ തന്നെ ഫോറസ്റ്റ് റീജിയൻസ്, വീണ്ടും ഫോറസ്റ്റ് റീജിയൻസ് ക്ലൈമറ്റിക് ഫാക്ടർ പ്രൊവൈഡ് റിസോഴ്സസ് ലൈക്ക് ടിംബർ ആൻഡ് എലഫൻസ്, ഗ്രോത്ത് ഓഫ് മഗധ ഡ്യൂറിംഗ് ലേറ്റർ വേദിക് ഏജ്. ഓക്കെ, ഇങ്ങനെ മൾട്ടിറ്റ്യൂഡ്സ് ഓഫ് പോയിന്റ്സ് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ജനറേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ നിങ്ങൾ എന്താണ് അതിന് ശ്രമിക്കേണ്ടത്, എന്താണ് നിങ്ങൾ ഒരു ഫ്രെയിംവർക്ക് മെക്കാനിസത്തിൽ
തിങ്ക് ചെയ്യാൻ ശ്രമിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് കിട്ടുള്ളൂ, ഇത്തരത്തിൽ കിട്ടുള്ളൂ. നിങ്ങൾക്ക് അതുപോലെ പ്ലാറ്റ്യൂസ് അപ്ലൈഡ് മിനറൽസ് ഫോർ ഡെവലപ്മെന്റ് മെറ്റലർജി, മോഡറേറ്റ് ക്ലൈമറ്റ് ആൻഡ് ടെമ്പറേച്ചർ ഇംപ്രൂവ്ഡ് പീപ്പിൾ ഇതിന്റെ കാര്യം, അങ്ങനെ കുറേ നിങ്ങൾക്ക് പറയാം. ഓക്കെ, ഇങ്ങനെ എത്ര വേണമെങ്കിൽ പറയാം. ലാസ്റ്റ് നിങ്ങൾക്ക് എന്ത് പറയാം, ഇപ്പം നമ്മളെല്ലാം പോസിറ്റീവായ കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്ത് കൊടുക്കാം, ഒരു ഡിഫറൻറ്റ് സെറ്റിൽ വേണമെങ്കിൽ തിങ്ക് ചെയ്തിട്ട് ഒരു നെഗറ്റീവ് ആസ്പെക്ട്, ഓക്കെ, ഈ പറഞ്ഞ ജോഗ്രഫിയുടെ ഒരു നെഗറ്റീവ് റോൾ വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ നമ്മൾ അതുവരെ പറഞ്ഞതിൽ നിന്ന് കുറച്ചും കൂടി വ്യത്യാസമായിട്ട് നമ്മുടെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ട്, നമ്മുടെ ഒരു നോളജ് അപ്ലൈ ചെയ്യാനുള്ള സ്കിൽ സെറ്റ് ഉണ്ട്, വളരെ ബ്രോഡായിട്ട് ഡയമെൻഷൻ ഈ വാല്യൂട്ടർ കാണിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റും. സോ ആ നെഗറ്റീവ് സെൻസ് കാണിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഡിസാസ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരു ജോഗ്രഫിക്കൽ റോഡ് എടുക്കാം. ഡിസാസ്റ്റർ എന്താണ്, ഒക്കറൻസ് ഓഫ് ഡിസാസ്റ്റർ ലെഡ് ടു ദി ഡിസ്ട്രക്ഷൻ ഓഫ് പ്രോമിനന്റ് സിവിലൈസേഷൻ. ഡിസ്ട്രക്ഷൻ ആണ് ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഡിസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ എക്സാമ്പിൾ ആണ് ഫ്ലഡ് വഴിയാണ് ഉണ്ടായിരിക്കുന്നത്, IVC എൻഡ് ആയെന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്, മനസ്സിലായോ? അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് പറയാം. സോ അപ്പോൾ അത്തരത്തിൽ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ സ്റ്റേറ്റ്മെന്റ്സ് അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഈ ആൻസർ ഫ്രെയിം ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ എല്ലാം തന്നെ നമുക്കൊരു GS ഒരു 400 അല്ലെങ്കിൽ ഒരു 410 മാർക്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇപ്പോൾ നമ്മുടെ കഴിഞ്ഞ വർഷം ഇവിടെ ചില സ്റ്റുഡൻസിന് 420+ സ്കോർ ചെയ്തിട്ടുള്ള 7 സ്റ്റുഡൻസ് ഉണ്ട്. അതിൽ തന്നെ 2 സ്റ്റുഡൻസ് 440+ സ്കോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ സ്കോർ നിങ്ങൾക്ക് കുറച്ചും കൂടി റൈസ് അപ്പ് ചെയ്യണം. ഓക്കെ, നിങ്ങൾക്ക് കുറച്ചും കൂടി പ്രസന്റേഷനിൽ വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് കുറച്ചുകൂടി നന്നായിട്ട് എഴുതണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഇനിയും സ്കോപ്പ് ഉണ്ട്. അപ്പോൾ ഒരു ബെസ്റ്റ് ആൻസർ വരുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ടേബിൾ വരയ്ക്കാം. ടേബിൾ. ഓക്കെ, ഈ ടേബിളിൽ നിങ്ങൾക്ക് എന്ത് കൊടുക്കാം, you can write like geographical factors കൊടുക്കാം. എന്നിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹിസ്റ്റോറിക്കൽ ആൻഷ്യന്റ് ഹിസ്റ്ററി ഡെവലപ്മെന്റ് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓരോ ജോഗ്രഫി ഫാക്ടർ കൊടുക്കാം. അതിന് ശേഷം എന്ത് ചെയ്യാം, ഹിസ്റ്ററി ഡെവലപ്മെന്റ് കൊടുക്കാം. അതായത് ഇതേ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങോട്ട് എടുത്തെഴുതാം. പക്ഷെ അതൊരു സിമ്പിൾ എടുത്തെഴുതൽ മാത്രമാണ്. അതിനെ ഒന്നും കൂടി അടിപൊളിയാക്കാമാണെങ്കിൽ യു ക്യാൻ ഫോളോ ക്രോണോളജിക്കൽ ഡെവലപ്മെന്റ്. അതായത് ഒരു ഹിസ്റ്ററിയിലുള്ള ക്രോണോളജിയും കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഫോർ എക്സാമ്പിൾ സ്റ്റോൺ ഏജ്, അതിൽ ജോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് എന്താണ്, അവൈലബിലിറ്റി ഓഫ് റിസോഴ്സസ്. എക്സാമ്പിൾ അവൈലബിലിറ്റി ഓഫ് സ്റ്റോൺ ഫെസിലിറ്റേറ്റഡ് ഡെവലപ്മെന്റ് ഓഫ് സ്റ്റോൺ ഏജ്. മനസ്സിലായോ? അതുപോലെ തന്നെ നിങ്ങൾക്ക് അടുത്ത എന്ത് പറയാം, IVC, നേരത്തെ പറഞ്ഞ പോയിന്റ്, റിവർ വാലീസ്, ഡെവലപ്മെന്റ് ഓഫ് അഗ്രികൾച്ചർ. എക്സാമ്പിൾ ഇൻഡസ് വാലി സിവിലൈസേഷൻ. മനസ്സിലായോ? അടുത്ത IVC കഴിഞ്ഞാൽ എന്ത് വരും, ഋഗ്വേദിക് ഏജ്, പിന്നെ ലേറ്റർ വേദിക് ഏജ്, ഗുപ്ത, ചോള, വാട്ട് എവർ ഇറ്റ് ഈസ്, നിങ്ങൾക്ക് ഇങ്ങനെ എഴുതി പോവാം. സോ ദിസ് ഇസ് ദ മോസ്റ്റ് അഡ്വാൻസ്ഡ് സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ് ആൻസേഴ്സ് ഇൻ ദിസ് പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ആൻസേഴ്സിനെ പൊലിപ്പിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങളുടെ ബോഡി പാർട്ട് നിങ്ങൾക്ക് അത്രയും അടിപൊളിയാക്കി മാറ്റാം. അടുത്തത് വരുന്നത് കൺക്ലൂഷൻ ആണ്. കൺക്ലൂഷൻ നിങ്ങൾക്ക് പറയാം, എപ്പോഴും UPSC ക്വസ്റ്റ്യൻസിൽ നമുക്കൊരു വളരെ ക്വസ്റ്റിനെ ബ്രോഡായിട്ട് കാണിക്കാനുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് അതിന് നമ്മുടേതായിട്ടുള്ള ചില ഇൻപുട്സ് കൊടുക്കാൻ പറ്റുന്നത് ഇൻട്രൊഡക്ഷനും കൺക്ലൂഷനൊക്കെ മാത്രമാണ്. ബോഡി പാർട്ടിൽ നമ്മൾ കറക്റ്റ് ചോദിച്ച കാര്യം മാത്രം എഴുതാൻ പാടും. സോ നിങ്ങൾക്ക് ഈ കൺക്ലൂഷൻ എന്ത് കൊടുക്കാം, നിങ്ങൾക്ക് അതർ ഫാക്ടേഴ്സ് കൊടുക്കാം. അതർ ഫാക്ടേഴ്സ്, ഈ ജോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് മാത്രമല്ലാണ്ട് മറ്റ് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് ഹെൽപ്പ് ചെയ്തിരിക്കുന്നത് അവിടെ നിങ്ങൾക്ക് ജസ്റ്റ് മെൻഷൻ ചെയ്യാം. എക്കണോമിക്, പൊളിറ്റിക്കൽ, സോഷ്യൽ ഫാക്ടേഴ്സ്, ഒന്നും എക്സാമ്പിൾസും കൊടുത്തിട്ട് ഇതും കൂടി എന്ത് ചെയ്തിട്ടുണ്ട്, ആൻഷ്യന്റ് ഹിസ്റ്ററിയുടെ ഡെവലപ്മെന്റ് കാരണമായിട്ടുണ്ടെന്ന് പറയാം. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് അതിന് കുറച്ച് എക്സാമ്പിൾ പറഞ്ഞാൽ എന്ത് ചെയ്യാം, അലോങ് വിത്ത് ജോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് ഈ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ഫാക്ടേഴ്സും കൂടി എന്ത് ചെയ്തിട്ടുണ്ട്, ഹിസ്റ്ററി ഡെവലപ്മെന്റിന് കാരണമായിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് വൈൻഡ് അപ്പ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ കംപ്ലീറ്റ് അനലിറ്റിക്കൽ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തത് എന്താണ്, നമ്മൾ ആദ്യം ജോഗ്രഫിക്കൽ ഫാക്ടേഴ്സിനെ ഡീകൺസ്ട്രക്ട് ചെയ്തു, ഫ്രെയിംവർക്ക്സ് യൂസ് ചെയ്തു, മൾട്ടിപ്പിൾ ഫ്രെയിംവർക്ക്സ് ഇട്ടു, അതിനുശേഷം എന്ത് ചെയ്തു, അത് ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റിലേക്ക് ലിങ്ക് ചെയ്തു. ആ ലിങ്ക് ചെയ്തതിനു ശേഷം നമ്മൾ എന്ത് ചെയ്തു, അത് തമ്മിൽ കണക്ട് ചെയ്തു. സോ നമ്മളൊരു പോയിന്റ് പ്ലേസ് ചെയ്തു, ആർഗ്യുമെന്റ് പ്ലേസ് ചെയ്തു, എക്സാമ്പിൾ ഫ്രെയിം ചെയ്തു. അതാണ് അതിൻ്റെ ഫ്രെയിംവർക്ക്. അതിനുശേഷം പ്രസന്റേഷൻ ഒരു അടിപൊളിയാക്കാൻ വേണ്ടി നമുക്ക് ടേബിൾസ് യൂസ് ചെയ്യാം, ക്രോണോളജിക്കൽ ലൈനിൽ പറഞ്ഞു പോവാം. അങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ പോയിന്റ് ജനറേറ്റ് ചെയ്യാം. സോ ഇത്തരത്തിൽ വളരെ റിച്ച് ആയിട്ട് നിങ്ങൾക്ക് എന്ത് എഴുതാം, ഈ ആൻസർ എഴുതാം. അപ്പോൾ ഇതിലൊരിക്കലും ഞാൻ നിങ്ങൾക്ക് അറിയാത്ത എക്സ്ട്രാ ഓർഡിനറി ഫാക്ട്സും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളെ തോട്ട് പ്രോസസ് സ്ട്രീം ലൈൻ ചെയ്തുകൊണ്ട് ആൻസറിലേക്ക് കൊണ്ടുവരാനാണ് ശ്രമിച്ചത്. സോ ഇതാണ് ഡെയിലി ആൻസർ റൈറ്റിംഗിൻ്റെ ഉദ്ദേശമായിട്ട് വരുന്നത്. നമ്മൾ PYQs ആയിരിക്കും ഫോക്കസ് ചെയ്യുന്നതായിരിക്കും. സോ എൻ്റയർ സെറ്റ് ഓഫ് PYQs ഒരു 50 സെഷൻസ് ഉണ്ടായിരിക്കും. ഈ സെഷൻസ് നമ്മളൊരു 5 to 6 ക്വസ്റ്റ്യൻസ്, ഒരു 4 to 5 ക്വസ്റ്റ്യൻസ് ഡീൽ ചെയ്യും. അങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യും, ഡിഫറൻറ്റ് സെറ്റ് ഓഫ് ഫ്രെയിംവർക്സും കീവേഡ് പ്ലേസിങ്ങും, ചില സ്ഥലങ്ങളിൽ എങ്ങനെ ഇൻട്രൊഡക്ഷൻ അടിപൊളിയാക്കാം, കൺക്ലൂഷൻ അടിപൊളിയാക്കാം, എങ്ങനെ ഫ്രെയിം ചെയ്യാം, എങ്ങനെ മൈനർ പാർട്ട് അഡ്രസ് ചെയ്യാം, എവിടെയാണ് വെയിറ്റേജ് കൂടുതൽ വരുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. താങ്ക് യു. Lead IAS, crafted by the toppers.